ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെം ജേണി. കൂലി അൺലീഷ്ഡ്. ഇന്നലെയാണ് ഇതിന്റെ പല ആളുകൾ, അത് നമ്മുടെ തലൈവർ സംസാരിക്കുന്നത്, ലോകേഷ് സംസാരിക്കുന്നത്, അതുപോലെ എനിക്ക് തോന്നുന്നു അനിരുദ്ധ് സംസാരിക്കുന്നത്, കലാനിധിമാരൻ സംസാരിക്കുന്നത് തുടങ്ങിയുള്ള കുറെ സംഭവങ്ങളൊക്കെ യൂട്യൂബിൽ അവർ സൺ പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു ഓഡിയോ ലോഞ്ച് കൂടിയായിരുന്നു. മേ ബി ബിയോണ്ട് ദാറ്റ് എന്നാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സാധനം. സോ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആൻഡ് എബൌട്ട് LCU എന്താണ് പറയുന്നതിന് മുമ്പ് ആദ്യത്തെ ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്റർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. 3 more days ഇതാണ് പോസ്റ്റർ. ഒരു വാച്ചിന്റെ, അത് ക്ലോക്കിന്റെ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡിസ്പ്ലേയിലൂടെയാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. ആൻഡ് ബാക്കിൽ ഒരു ചെങ്ങലയിൽ ഇതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചെങ്ങലയും പരിപാടിയൊക്കെ ഭയങ്കര സംഭവമാണ്. നമ്മൾ കണ്ടിട്ടില്ല, മറ്റേ വാച്ചിന്റെ ചെങ്ങല പോലെയും വേറൊരു ചെങ്ങല കൊണ്ട് എറിയണമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ അത് പുള്ളിക്കാരൻ്റെ ഒരു വെപ്പൺ ആയിരിക്കാം, മേ ബി, എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പൊ കൂലിയിൽ ടൈമിന് ഭയങ്കര പ്രാധാന്യമുണ്ട്, 100% ഷുവർ. പിന്നെ പുള്ളിക്കാരൻ തന്നെ ലോകേശ്വരൻ നല്ലൊരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ കുറെ ആളുകൾ ഇത് ടൈം ട്രാവലറാണ്, അങ്ങനെയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ബട്ട് നിങ്ങൾക്കൊരു വലിയ സർപ്രൈസിൽ വെച്ചിട്ടുണ്ട് സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ടൈം ട്രാവലറോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലും ഉണ്ടോന്ന് വീണ്ടും വീണ്ടും തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. പല ആൾക്കാരും ഡീകോഡിങ് ചെയ്തിട്ട് ടൈം ട്രാവലർ അല്ല എന്ന രീതിയിലും പറയുന്നതായിട്ട് പുതിയ പല വീഡിയോസും കണ്ടു. വാട്ട് എവർ, നമ്മൾ ഭയങ്കരമായിട്ടുള്ള കാത്തിരിപ്പിനാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലാഡർ മാളിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ 1 മണിക്കൂർ മുമ്പ് അവിടെയാണുള്ളത്, ഇവിടത്തേക്കാൾ മുമ്പ്. 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് കാണാൻ പറ്റിയത് ആവേശം അത്ര അധികമാണല്ലോ. സോ അതുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കൊടുത്തിട്ടുള്ളത് കരങ്ങൾ ഒസരട്ടുമേ ഇൻ 3 days. ഉറപ്പായിട്ടും കരങ്ങളൊക്കെ ഒസരും. ഈ ഒസരലാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. സോ നെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ PVRൽ ഇതിന്റെ ട്രെയിലർ അവർ ലോഞ്ച് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസന്റ് ചെയ്ത സമയത്ത്, അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ന്യൂ ഫുട്ടേജ് ഓഫ് ഫ്ലാഷ് ബാക്ക് സീൻ ഹാസ് ബീൻ ആഡഡ് ഇൻ കൂലി ട്രെയിലർ അറ്റ് PVR എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 1-2 ചാനലിൽ ഇങ്ങനെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന കേട്ടും ഞാനിങ്ങനെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്തായാലും ഇതാണ് അതിലെ ഫുട്ടേജ്. ഞാൻ ആ വീഡിയോ ഡോക്യുമെന്റ് മേ ബി കോപ്പറേറ്റ് വരാൻ വളരെ സാധ്യത ഉണ്ട്. ഒന്നാമത് നമ്മൾ അണ്ണന്റെ തലൈവർ സംസാരിക്കുന്നതിന്റെ സൺ പിക്ചേഴ്സിലെ സാധനങ്ങളെല്ലാം ചെറിയ ചെറിയ കട്ട്സ് വെക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ കോപ്പറേറ്റ് കിട്ടും. സോ റിസ്ക് എടുക്കണ്ടല്ലോ. ഇതാണ് പോസ്റ്റർ. മുകളിൽ, അതായത് പോർട്ടൽ തന്നെയാണ്. അവിടെ മുകളിലെ ലിഫ്റ്റിലാണോ പാലത്തല്ല, ലിഫ്റ്റിൽ തന്നെയാണ്. അവിടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിൽ ലേഡി ക്യാരക്ടർ ഒക്കെ ഉണ്ട് തോന്നുന്നെങ്കിൽ, തലക്കെട്ട് ലേഡി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കുറെ മുടിയുള്ള കുറച്ച് തടിയൊക്കെയുള്ള ആളാണെന്ന് അറിയില്ല. അതിന് തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരാളും നിൽക്കുന്നുണ്ട്. അത് നിഴൽ രൂപം പോലെ, അത് ആരാന്ന് അറിയില്ല, ഏതോ ഒരാൾ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചാണ് അതിന്, അത് കണ്ടു കഴിഞ്ഞാൽ ഇത് തലൈവർ പോലെ തോന്നുന്നില്ല എന്നുള്ളതാണ്. പല ആൾക്കാർ തലൈവർ എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഉപേന്ദ്ര ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഉപേന്ദ്ര നല്ല ഹൈറ്റും ആ ഒരു സംഭവം കാണുമ്പോൾ കറക്റ്റ് ഉപേന്ദ്രയാണ് ഫീൽ ചെയ്യുന്നത്. അതിന് ലോ ആംഗിൾ ഷോട്ട് വെച്ചുകൊണ്ട് അങ്ങനെയാണോ എന്ന് അറിയില്ല. പിന്നെ ആയിരിക്കും തലൈവർ ആണെങ്കിൽ എന്താ അറിയില്ല. ബട്ട് ഈ ഒരു പോസ്റ്റ്, ഇത് കയ്യിൽ മറ്റേ ഹുക്കൊക്കെ പിടിച്ചിട്ടുള്ള ആ മുടിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഒരു രജനീകാന്ത് ഫീൽ കിട്ടുന്നുണ്ട്. കുറെ ആളുകൾ ഇതിന്റെ താഴെ തന്നെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ശിവകാർത്തികനെ പോലെ തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതും കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹുക്കുമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഹുക്കുള്ളതുകൊണ്ട് കുറെ ആൾക്കാർ കമന്റ് ഉണ്ട്, ഉപേന്ദ്രയാണ് ഇതിൽ ഈ ഡ്രസ്സിൽ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇതേ കളറിൽ. ഫ്ലാഷ് ബാക്ക് ആണ് മാൻ. പണ്ട് കൂലി ആയിരുന്ന ഒരാൾ വീണ്ടും കൂലിയായിട്ട് ജോയിൻ ചെയ്യണം. 30 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ പണ്ട് പുള്ളിക്കാരൻ അവിടെ നിന്നപ്പോൾ ഡ്രസ്സ് ആയിക്കൂടെ? അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഹുക്കും പരിപാടി അറിയാലോ, സീ വിടുവേ. പുള്ളിക്കാരന്റെ ഐക്കോണിക് ഡയലോഗുകളിൽ ഒന്നാണ് സീ വിടുവേ. അപ്പൊ അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ 3 സാധനങ്ങളാണ് ഫോട്ടോ സെറ്റ് ആയിട്ട് എനിക്ക് അവിടെ വെക്കാനുള്ളത്. അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്. ആഫ്റ്റർ വാർ 2, ഇത് ഇൻസ്റ്റയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ഇത് പേജ് ദീപു ഡ്രോപ്സ് എന്നുള്ള ഇതിൽ വന്നിട്ടുള്ളതാണ്. എന്തായാലും ആഫ്റ്റർ വാർ കുറെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുണ്ട്. സോ ഇനി കറക്റ്റ് വായിക്കാം. ആഫ്റ്റർ വാർ 2 ഈവൻ ലാസ്റ്റ് നൈറ്റ് there were loud cheers at Hyderabad metro station, but suddenly the crowd went silent as a train arrived എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു സംഭവത്തിൽ ഞാൻ കണ്ടു, വളരെ ഹാപ്പിയായി അവർ ഈ പ്രോഗ്രാമിന് ശേഷം ഹാപ്പി ആയി പോകുന്ന സമയത്താണ് ട്രെയിൻ വരുന്നത്. എന്ത് ട്രെയിനാണ് ഈ വരുന്നത്? എന്താണ് സംഭവം? സൗണ്ട് ഞാൻ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറക്കും, കാരണം ഇല്ലെങ്കിൽ ചെറിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അനിരുദ്ധാണ്, തൊട്ടാ കോപ്പറേറ്റ്. എന്താണ് ഇത്ര മതി. ഇനി ബാക്കിയുള്ളത് ആ പാട്ടാണ് കേട്ടോ. പണിട്ടോ. അതായത് വാർ 2 ഇത്ര മതി. വാർ 2 അതുപോലെ
ഇപ്രാവശ്യം കൂലി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ശരിക്കും കടുത്ത മത്സരമാണ്. പാൻ ഇന്ത്യൻ രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് സിനിമയും തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം കൂലിയിലെ സ്റ്റാർ കാസ്റ്റ് അത്രമാത്രം വലുത് നമുക്കറിയാം. നാഗാർജുന, ആമിർ ഖാൻ, നമുക്ക് മലയാളത്തിലാണെങ്കിൽ സൗബിൻ ഷാഹിർ, പിന്നെ ഉപേന്ദ്ര കന്നഡ, എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വൺ ആൻഡ് ഓൺലി തലൈവർ രജനികാന്ത്, പറയണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിന്റെ കൂടെ മത്സരിക്കുന്നത് ഹൃത്തിക് റോഷൻ, NTR ആണ്, പ്ലസ് സ്പൈ യൂണിവേഴ്സ് ആണ്, ഇഷ്ടാജ് ഫിലിംസിന്റെ അല്ലേ. അതെ, ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാർ ടൂവിന്റെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ടൈമിൽ ട്രെയിൻ വരികയാണ്. ഇത് വാർ ടൂവിന്റെ പരിപാടിക്ക് പോകുന്ന ആൾക്കാർ അത് ഉറപ്പായിട്ടും NTR ഫാൻ ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഹൃത്തിക് റോഷൻ ഫാൻ, വാർ 2 ഫാൻസ് ആയിരിക്കും അല്ലെ. അവരുടെ മുമ്പിലേക്ക് ഒരു സിനിമ, അബ്സല്യൂട്ട് സിനിമ അതുകൊണ്ട് ഈ സാധനം വരുമ്പോഴേ അത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഇനി നമുക്ക് രജനികാന്ത് സംസാരിച്ചിട്ടുള്ള, തലൈവർ സംസാരിച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്പുകളാണ് നമുക്കിവിടെ വെക്കാനുള്ളത്. അതിലേക്ക് പോകാം. എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ട്. പക്ഷെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ തന്നെ 19 സെക്കൻഡിലൊക്കെ മിക്കവാറും കോപ്പറേറ്റ് അടിക്കും. എന്നാലും നമുക്ക് നോക്കാം. ഒരു ഡു ഓർ ഡൈ. ഓക്കെ, റെഡി. ഒരു മിനിറ്റ് കേട്ടോ, സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് ക്ലിയർ ആക്കട്ടെ. ഓക്കെ, നോട്ട് ഓക്കെ. ஹீரோ ஃபர்ஸ்ட் ஷாட் என்ன தெரியுமாங்க? டெட் பாடி. ஹீரோ வந்து மாலை போடுறது. யாராவது ஃபர்ஸ்ட் ஷாட் டெட் பாடி மேல மாலை போடுறது. അത് നമ്മുടെ ലൊക്കേഷനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഫസ്റ്റ് ഷോട്ട് വെച്ചാൽ സാധാരണ നമുക്ക് അറിയാം. ഇതൊരു പുള്ളി കുറേ പറയുന്നുണ്ട്. പല സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിംസോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ദൈവം അങ്ങനത്തെ ഷോട്ട് വെക്കും. അല്ലെങ്കിൽ വളരെ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെക്കും. ഇത് ഫസ്റ്റ് ഡെഡ് ബോഡിക്ക് നായകൻ വന്ന് മാല ഇടുന്നതാണ് ഫസ്റ്റ് ഷോട്ട്. ഭയങ്കര അത്ഭുതമൊക്കെ പുള്ളിക്കാരൻ പറയുന്നത്. ഇത്രയും കാലം വർഷം വർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് പുള്ളി പറയുന്നുണ്ട്. പിന്നെ കുറെ അതായിട്ട് ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ ലോകേഷ് കഥ പറഞ്ഞതിനെ സംബന്ധിച്ചും ഒക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ചിലത് വെച്ചിട്ടില്ല. ബിക്കോസ് ഓഫ് കോപ്പിയായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 42 മിനിറ്റ് എങ്ങാണ്ട് ദൈർഘ്യമുള്ള ഒരു സ്പീച്ചാണ് പുള്ളി നടത്തിയിട്ടുള്ളത്. സൺ ടിവിയിലുണ്ട്. നെക്സ്റ്റ് സാൻഡി മാസ്റ്റർ പറഞ്ഞു 1950 மாடல். பல லட்ச கிலோமீட்டர் ஓடி இருக்கு. അതായത് ഡാൻസിലേക്ക് വന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് നിങ്ങൾ കാണാത്തവരാണല്ലോ, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ബട്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര രസമായിട്ടാണ് സ്പീച്ച്. നമ്മൾ കാത്തിരുന്നതിന്റെ ശരിക്കും വർത്ത്. നമ്മൾ 42 മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ അടിച്ചുകൂടാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പ്ലസ് ഞാനിത് ഈ പല ഭാഗങ്ങളും കട്ട് ചെയ്യാൻ വേണ്ടി പിന്നെയും പണിയെടുത്തിട്ടുണ്ട്. സോ അത് എന്നിട്ടും രസമാണ് കണ്ടിരിക്കണം. ഇവിടെ ഓരോരുത്തരെ കുറിച്ച് പണ്ടുന്ന സാൻഡി മാസ്റ്ററിലേക്ക് വരാണ്. സാൻഡി പുള്ളിക്കാരന്റെ പേര് മറ്റേ ചോക്ലേറ്റ് കോഫി. പുള്ളി അതിനോട് ഒറ്റടി കയറി മലയാളികളുടെ ഇടയിൽ, അല്ലാത്തവർക്ക് ആദ്യം അറിയുന്ന ആളാണ്. അപ്പോ പുള്ളിക്കാരൻ ഇപ്പൊ ബബയില് വില്ലനായിട്ട് പുള്ളിക്കാരനാണ് വരുന്നത്, അറിയാലോ. അപ്പോ പുള്ളിക്കാരൻ എണീറ്റിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ സംസാരിക്കുമ്പോൾ പറയാണ് പാട്ടിന്റെ ഇടയിലേക്ക് വരുമ്പോൾ നമുക്ക് ധൂൾ കിളപ്പിടലാം അത്ര പൊളിയാക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗാണ് ഇത്. 1950 മോഡൽ, പല ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടി ഇരിക്കുന്നത്. അതൊക്കെ എന്ത് രസമായിട്ട് പുള്ളിനെ തന്നെ ട്രോളാണ് ശരിക്ക്. എന്താ സെൽഫ് ട്രോളിന് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് രജനികാന്താണ്. കാരണം റോബോട്ട് സിനിമേന്റെ ഒക്കെ സാധനം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടല്ലോ? കണ്ടവരുണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക. റോബോട്ട് വരുന്ന സമയത്ത് പുള്ളി ഹിന്ദിയിൽ അവിടെ പോയിട്ട് ഹിന്ദിയിൽ തന്നെ സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് മിക്സ് ആയാണ് സംസാരിക്കുന്നത്. അമിതാഭ് ബച്ചൻ, ഐശ്വര്യ റായ് ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം പുള്ളിനെ കുറിച്ച് കളിയാക്കിയിട്ട് പറയുന്നുണ്ട്. ഒരാൾ വന്നിട്ട് അറിയുന്ന ആള് ഭയങ്കരമായിട്ട് സംസാരിച്ചപ്പോൾ ആരാണ് ഇതില് ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നായികാരാണ് ചോദിക്കുമ്പോൾ ഇയാള് ഐശ്വര്യ റായ് ഭയങ്കര സുഖം. പുള്ളിക്കാരൻ അമിതാഭ് ബച്ചനാണ് നായകൻ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ അഭിഷേക് ബച്ചൻ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. നായകൻ അറിയിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന റിയാക്ഷനെ കുറിച്ച് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഇങ്ങനെ നല്ലത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. കണ്ടു നോക്കുക. അത് ഭയങ്കരമായിട്ട് ശരിക്കും നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. നമ്മൾ മുന്നിൽ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ രസമായിട്ടാണ് പറയുന്നത്. സോ ഇവിടെ അതുപോലെ തന്നെയാണ്. സെൽഫ് ട്രോളിന് പുള്ളി കിങ് ആണ്. ഈ നെക്സ്റ്റ് മേ ബി ഇത് ലാസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു. நெல்சன் வர்றாங்க, இந்த வீட்டுல நல்ல காஃபி கிடைக்குமான்னு கேக்குறாங்க. இது கதை சொல்ற கேக்குறாங்க. நான் கமல் ஃபேன் சொல்லி நான் கேட்டேன்னா இது நீங்க யார் ஃபேனு
அப்படின்னு நான் கேட்டேன். ഇത് പ്രൊമോയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്ലസ് ഇതിന്റെ കുറെ വീഡിയോസ്, അതായത് ഇതിന്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത പോലത്തെയും അല്ലെങ്കിൽ അവിടുന്ന് ലൈവായിട്ട് അവർ എടുത്ത വീഡിയോസിന്റെ ഒക്കെ പോലത്തെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് പറയുന്നുണ്ട് ഈ ലോകേഷ് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴുള്ള ഒരു സംഭവം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ബട്ട് അതാ പറയുന്നത്, അത് എത്ര രസമായിട്ടാണ് കമൽ സാർ ഫാൻ ഞാൻ കേട്ടേനാണ് ചോദിക്കുന്ന സാധനം. അത് ഭയങ്കര രസമായിട്ടാണ് പറയുന്നത്. പ്ലസ് ഇതിൽ പറയുന്നുണ്ട്, അതായത് സമ്മറി ഭയങ്കര കുറച്ച് ചുരുക്കി പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ മുടി ഇങ്ങനെ ചീകി ഒതുക്കല്, അതുപോലെ മാസ് ഡയലോഗ്, പവർ ഡയലോഗ് ഇതൊന്നും വേണ്ട, കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് അഭിനയിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കമൽ ഫാൻ എന്ന് പറയുമ്പോൾ കമൽഹാസൻ ഫാനാണ്. സോ പുള്ളിക്കാരൻ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. സോ നിങ്ങളും അതുപോലെയൊക്കെ അഭിനയിച്ചാൽ മതി, അല്ലാതെ ഈ കട്ടിക്കുട്ടലുകൾ വേണ്ട രീതിയിലാണ് പറഞ്ഞത്. ഒത്തിരി രസമായിട്ടാണ് പറയണത്. അങ്ങനെ ഒരിക്കലും സംവിധായകൻ വിചാരിച്ചിട്ടില്ല നമുക്ക് പറയാം. ബട്ട് പുള്ളി അത് ആ സ്റ്റേജിനെ അല്ലെങ്കിൽ ആ പുള്ളിയുടെ സംസാരത്തിനെ എത്രമാത്രം എൻഗേജിങ് ആക്കുന്നു, എത്രമാത്രം എന്റർടൈനിങ് ആക്കുന്നു എന്നുള്ളത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഓരോരുത്തരെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. സൗബിനെ കുറിച്ച് പറയുന്നതും കൂടെ ഇവിടെ പറഞ്ഞു പോകണം. അത് വെക്കാത്ത കുറേ ആയിട്ട് ഒരു ലോങ് സംഭവമായിട്ടാണ് പറയുന്നത്. അത് തുടക്കത്തിൽ പുള്ളി പറയുന്നുണ്ട്, സൗബിൻ ഈ ക്യാരക്ടറിന്റെ അയ്യോ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കേട്ടോ. ഞാൻ എൻ്റെ കട്ട്സ് ഇതിൽ നോക്കട്ടെ, ഞാൻ ഈ കട്ട്സ് ഇതിൽ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് കാണാനില്ലല്ലോ മക്കളെ, குழப்பமில்ல. ஓகே, ஜஸ்ட் நான் கட்ஸ் கூட அந்த ஆர்டிஸ்ட் வந்து அவர் லாஸ்ட் படத்தில் ஆக்ட் பண்ணியிருந்தாரு, என்னுடைய படத்துலேயே பண்ணியிருந்தாரு. ஸோ ஓகே, பாஸ் இல்லைங்க. சரி வந்து பண்ணியிருக்காரு, ரொம்ப பிஸி. ഇത് ഈ സംഭവം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, പുള്ളി ഒരു ക്യാരക്ടർ, അത് ഭയങ്കര സെറ്റപ്പ് ക്യാരക്ടർ, അതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അത് ആര് ചെയ്യും? രണ്ടുപേരുടെ മനസ്സിലൊരാളുണ്ടായിരുന്നു. ഒന്ന് ലോകേഷ് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് അയാളുടെ കൂടെ, ആൻഡ് ഈ രജനീകാന്തും വർക്ക് ചെയ്തിട്ടുണ്ട് വേട്ടയാനി. അത് ആരാണെന്നല്ല പിന്നെ അതിന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഫഹദ് ഫാസിൽ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫഹദ് ഫാസിലിനെ ആ റോളിലേക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇത് LCU അല്ല, ദിസ് ഇസ് നോട്ട് LCU. അത് ഇവിടെ തന്നെ ക്ലിയർ ആയി. ഓൾറെഡി നമ്മുടെ ലോകേഷ് അത് പറഞ്ഞിട്ടുണ്ട്. സോ LCUവിന്റെ ഒരു സാധനം നമ്മളിത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഫഹദ് ഫാസിൽ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഫഹദ് വിക്രം എന്ന് പറഞ്ഞ സിനിമയിൽ അത്ര നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹമാണ്. ആ ക്യാരക്ടറാണ് അതിലൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു പോകുന്നത്. നമുക്കറിയാലോ, ആ ക്യാരക്ടറിന്റെ ത്രൂ ആണ് കഥ പറയുന്നത്. ആൻഡ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് റോളാണ്. ആ റോളിന് ഇനി ഒരുപാട് പ്രാധാന്യം സിനിമയിൽ ഉണ്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നതും ഇനി ഇതിന്റെ LCU മുന്നോട്ട് പോകുന്ന സമയത്ത്. സോ പുള്ളിക്കാരൻ ഇവിടെ ഈ ക്യാരക്ടറിൽ കൊണ്ടുവന്നാൽ, സൗബിന്റെ ക്യാരക്ടർ വില്ലൻ റോളാണെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. മാത്രമല്ല അവിടെ ആ മൊത്തം കാര്യങ്ങൾ, ആ പോർട്ടും കാര്യങ്ങളും നോക്കി നടത്തുന്നതും ഒക്കെ സൗബിനാണ്. അപ്പൊ അത്തരം ഒരു കഥാപാത്രത്തിലേക്ക് ഫഹദ് ഫാസിലിനെ കൊണ്ടുവന്നാൽ LCUവിന്റെ കണക്ഷൻ അപ്പോഴേ പോയില്ലേ. സോ അവർ വിചാരിച്ചിട്ടുണ്ട് ഫഹദ് ഫാസിൽ അതിലേക്ക് എന്നുണ്ടെങ്കിൽ, ഡേറ്റിന്റെ ക്ലാഷ് കാരണം ഫഹദ് ഫാസിൽ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പുള്ളിനെ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞത്. സോ LCU അല്ല എന്ന് പറഞ്ഞ് LCU അല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് തരാനായിരുന്നു ലോകേഷിന്റെയും ടീമിന്റെയും ഉദ്ദേശം എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. സോ ദിസ് ഇസ് നോട്ട് LCU. ഇനി അവസാനം ബന്ധം കൊണ്ടുവന്ന LCU കണക്ഷൻ വെച്ച് വെച്ചാലും എനിക്കിപ്പോ ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല LCU വരും എന്നുള്ളത്. കാരണം LCUവിലേക്ക് അങ്ങനെ ഇനി കൊണ്ടുവരും, അങ്ങനെ വെറുതെ ഒരു കൊണ്ടുവരില്ല അവർ ശ്രമിക്കുമോ? ഇല്ല. LCUവായിട്ട് കണക്ഷൻ വരാനുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ വരുന്ന വെച്ചാൽ ലാസ്റ്റ് വരുമ്പോൾ ഈ ക്യാരക്ടറിനെ, അത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാർവലിലെ കണ്ടിട്ടുള്ള പോലെ മറ്റുള്ള തോറിനെയും ഇവരൊക്കെ പാടെ എൻ ഗെയിമിലും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ചേർത്ത പോലെ പല യൂണിവേഴ്സ് പറഞ്ഞതിൽ പല ആളുകളുടെ കഥകൾ പറഞ്ഞ് അവസാനം ആ ക്യാരക്ടേഴ്സിനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും പുള്ളിക്കാരുടെ ഉദ്ദേശം. LCU അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് ലോൺ പടമായിട്ട് തന്നെ വന്ന് സ്റ്റാൻഡ് ലോൺ ആയിട്ട് തന്നെ പോകും എന്നുള്ളതാണ്. കാരണം ഇതിന് മുമ്പ് 3 വർഷം മുമ്പ് പല കഥകൾ രജനീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും രജനി ഇവിടെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അതായത് ആദ്യൊരു കഥ പറയാൻ വന്നു, അത് ഭയങ്കര സൂപ്പർ കഥയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ അത് പറഞ്ഞു പോയിട്ട് പിന്നെ കുറച്ചു കാലം പുള്ളിക്കാരനെ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കഥ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. ഓക്കെ, പറയാൻ പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് ഒരു ഭയങ്കരമായ വില്ലൻ ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞത്. അത് ഭയങ്കരമായിട്ട് അതിനേക്കാൾ ഇഷ്ടമായി. പക്ഷെ അതും നടക്കാണ്ട് വില്ല് പോയി. പിന്നീട് അനിരുദ്ധ് ഇങ്ങനെ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് ബേക്കിൽ ഇങ്ങനെ തലൈവരുടെ ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ അനിരുദ്ധ് സംസാരിക്കുന്നുണ്ട്. ബേക്കിൽ ഒരു ഫോട്ടോ ഉണ്ട്. അതിന്റെ മുമ്പിൽ രജനീകാന്ത് ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള സംഭവമാണ് ലോക്കി രജനീകാന്തിനെ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ഇത് ഭയങ്കര ആഗ്രഹമാണെന്നാണ്. അപ്പൊ ആ സംഭവം കണ്ടപ്പോൾ സ്പോട്ടിൽ തന്നെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം എപ്പോഴാ ഇങ്ങനെ രജനീകാന്തിനെ വെച്ചൊരു പടം ചെയ്യാൻ പോണെന്ന് ചോദിച്ചപ്പോ ഒരു സൂപ്പർ സാധനം ഉണ്ട് എന്ന്, ഒരു ഐറ്റം ഉണ്ട് എന്ന് ലോക്കി പറഞ്ഞു. അപ്പൊ തന്നെ രജനീകാന്തിനെ മെസ്സേജ് അയച്ചു എന്നാണ് പറഞ്ഞത്. മറ്റേ അപ്പൊ തന്നെ ഇയാള് ചന്തമുക്കൊട്ടി പറയാം, ഈ ഒരു സംഭവം തന്നെയാണ്, ഇത് വല്ലാത്ത പഹയാറില്ലേ മറ്റേ കുതിരട്ടുമ്പോ. അതേപോലെ
അപ്പോൾ തന്നെ പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചു, തലൈവ അങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നാളെ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ 20 മിനിറ്റിന്റെ ഒരു ടൈം കൊടുത്തു. അപ്പോഴേക്ക് ഈ കഥ പറഞ്ഞു. അത് കൂലിയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് സ്പോട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കുറെ കാലമായിട്ടുള്ള മനസ്സിനെ ഒരു തിരിച്ചു വെച്ചിരുന്ന സാധനം പെട്ടെന്ന് വഴി തുറന്ന പോലെ. ഇതിനു മുമ്പ് പലവട്ടം കഥ പറഞ്ഞു, അതൊക്കെ മാറ്റി ഇതിന് പെട്ടെന്ന് വഴി തുറന്നു, പോയി പറഞ്ഞു, റെഡിയായി, ഓക്കെ ടൈം ഉണ്ട് ചെയ്യാം. കാരണം 3 പ്രാവശ്യം ഇതിനു മുമ്പ് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും രജനീകാന്തിനെ പോലുള്ള ആളായിട്ട് കളിപ്പിക്കാൻ പറ്റില്ല. ഇദ്ദേഹം ഇത്രയും മോസ്റ്റ് വാണ്ടഡ് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ ഹിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റാണ് ലോകേഷ്. അപ്പൊ അങ്ങനത്തെ ഒരാളല്ലേ ഓക്കെ നമ്മൾ പടം കൊടുക്കാൻ തന്നെ മൈൻഡിൽ പുള്ളിക്കാരൻ ചാൻസ് വരുമ്പോൾ വീണ്ടും പറ്റിക്കപ്പെട്ടാൽ പണി കിട്ടും. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടന്നിട്ടുള്ളത്. അപ്പൊ എസ് യു അല്ല എന്നുള്ളത് അവിടെ തന്നെ പൂർണ്ണമാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ലിയോയിൽ ചെയ്ത പോലെ അവസാനം വേണോ വേണ്ട വെച്ചിട്ടുള്ള കണക്ഷൻ കൊടുത്ത പോലെയൊക്കെ വേണമെങ്കിൽ ഇനി കൊടുക്കുമെന്ന് അറിയില്ല. കാരണം ഫഹദ് ഫാസിൽ എന്തായാലും റോൾ ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ രസത്തിന് അങ്ങനെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാലായി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതൊരു എസ് യു കണക്ഷനിലേക്ക് വരുന്നത് പേഴ്സണലി എനിക്ക് ഇപ്പോൾ എന്തോ തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ച് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.